ഹലോ. അപ്പോൾ ഇതൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. ഇത് സൺഡേ വീഡിയോ ആട്ടോ. അപ്പോൾ രാവിലെ ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണിച്ച് സൺഡേ കൊണ്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എണിച്ച് വന്നിട്ട് ചായ ഉണ്ടാക്കാൻ നോക്കിയിട്ടാകുമ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ ചിന്തിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, രാവിലെ ഇന്നലെ നൈറ്റില്ലേ പത്തിലുണ്ടാക്കാൻ വേണ്ടിയില്ല അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പത്തിലുണ്ടാക്കാൻ പറ്റുമല്ലോ ഗ്യാസ് കഴിഞ്ഞോണ്ട്. അങ്ങനെ ഞാൻ വേഗം അരി കഴുകിയിട്ടില്ലേ കുറച്ച് ഉണക്കിയെടുക്കുന്നുണ്ട്. അപ്പം തന്നെ ഒരു 8 മണി ആയിട്ടുണ്ടായിരുന്നു. ഉണക്കിയിട്ട് നമുക്ക് വേഗം പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് മിക്സിയിൽ. ഞാൻ വിചാരിച്ച് കടുമ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരി പൊടിച്ചിട്ട് പിന്നെ ചോറും തേങ്ങയും മിക്സ് ചെയ്താൽ നല്ല കടുമ്പുണ്ട്, നല്ല സോഫ്റ്റ് കടുമ്പുണ്ടാവും. അങ്ങനെ വേഗം അരിയൊക്കെ പൊടിച്ചെടുത്തു. എന്നിട്ട് കുറച്ച് ചോറും കുറച്ച് ഉപ്പും പിന്നെ തേങ്ങയും പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കേട്ടോ. അപ്പോൾ നല്ല ആ ഒരു അരി ഉണ്ടാകും പൊടിച്ചെടുത്ത് അത് നല്ല കുഴക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് തേങ്ങേൻ്റെയും ചോറിൻ്റെയും മാവ് കിട്ടുന്നുണ്ട്. എന്നിട്ട് അത് മൂന്നും നല്ല രീതിയിൽ മിക്സ് ചെയ്തെങ്കിൽ നമുക്ക് നല്ല കടുമ്പിൻ്റെ ഇതുമാതിരി ഇതെടുക്കാൻ പറ്റുന്ന കടുമ്പാക്കാൻ പറ്റുന്നുണ്ട്, നല്ല സോഫ്റ്റ്. അങ്ങനെ അത് ഉണ്ടാക്കിയിട്ട് വേഗം കൊണ്ടുപോയിട്ട് അടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ. പുറത്തായിട്ട് അടുപ്പ് അങ്ങനെ വേഗം ഉള്ളിലുണ്ട് നമ്മൾ കത്തിക്കുന്നില്ല. അങ്ങനെ പുറത്ത് മുറ്റത്തുള്ള അടുപ്പിലേക്ക് വേഗം കുറച്ച് ഓലൊക്കെ വെച്ച് 2-3 വിറകൊക്കെ വെച്ചിട്ട് അടുപ്പ് കത്തിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അപ്പത്തിൻ്റെ ചട്ടി കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോൻ എണിച്ച് വന്ന കേട്ടോ. ഇപ്പോൾ ഒരു 8 മണി അങ്ങനെയൊക്കെ എന്തോ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം അവനെ കൊഞ്ചിച്ചിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ വേഗം എന്ത് ചെയ്തു, അത് അടുപ്പിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വേഗം അരി കഴുകിയെടുക്കുന്നുണ്ട്. അരി നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ അടുപ്പിൽ കൊണ്ടുപോയിട്ട് ചോറും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം രാവിലത്തെ കടുമ്പും ഇന്നലത്തെ മീനിൻ്റെ ചാറുണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ചു കേട്ടോ. നല്ല സോഫ്റ്റ് കടുമ്പാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗം കഴിച്ചതിന് ശേഷം വേഗം മുകളിലോട്ട് പോയിട്ട് ഡ്രസ്സുമൊക്കെ അലക്കിലിടുന്നുണ്ട് കേട്ടോ, വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ റൂമിലോട്ട് വന്ന് റൂമൊക്കെ ഒന്ന് കൊട്ടിയിട്ട് അടിച്ചെടുക്കാൻ വിചാരിച്ചു കേട്ടോ. വീടൊക്കെ ഫുൾ അടിച്ചെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ബെഡൊക്കെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ വേഗം അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ ആരില്ല, ഉപ്പയും പിന്നെ ഹസ്ബൻഡും മോനും ഞാനും നമ്മൾ മാത്രമേ ഉള്ളൂ. ഉമ്മ സിസ്റ്ററൊക്കെ കസിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഈവനിങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് വേറൊരുത്തിലൊരു ഫങ്ഷനും കൂടിയുണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പോൾ അവിടെയും പോവാണ്ട്. അങ്ങനെ ഞാൻ വേഗമൊക്കെ അടിച്ചെടുത്ത് എല്ലാ സ്ഥലത്തൊക്കെ. എന്നിട്ട് വേഗം തൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അടിച്ചതിന് ശേഷം. പിന്നെ അവിടെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അലക്കിലെ ഡ്രസ്സൊക്കെ ഇല്ലേ മറ്റേ ഓമ്പി എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അടിക്കലിൻ്റെ കൂടെ തന്നെ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടച്ച് കഴിഞ്ഞതിന് ശേഷമില്ലേ പിന്നെ വേഗം അവിടെ എടുത്ത ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, ഓമ്പിയിട്ടും ആറ്റിയിട്ടൊക്കെ എടുത്ത അലക്കിലത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ല പിരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മീൻ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട്. നങ്കും ഇട്ടി കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നങ്ക് ചാറ് ചെയ്യാനും ഇട്ടി ഫ്രൈ ചെയ്തെടുക്കാനും വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ വാങ്ങിയത്. പിന്നെ അയലിട്ടതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ അടുപ്പിലല്ലേ ഉണ്ടാക്കിയ, അപ്പോൾ അടുപ്പിൽ വെച്ച ചട്ടിയും ഉണ്ട് കേട്ടോ ഇന്ന് കഴുകിയെടുക്കാൻ. അപ്പോൾ ഒറ്റക്കായതുകൊണ്ട് വേഗം എടുക്കണം, നമുക്കിന്ന് ഉച്ചക്ക് വേറെ പോകാനുണ്ടല്ലേ. അങ്ങനെ ഞാൻ ഫസ്റ്റ് എല്ലാം സോപ്പ് ഇട്ടിട്ട് വെക്കും. പിന്നെ വേഗം വെള്ളം കൂട്ടിയിട്ട് കഴുകിയിട്ട് പിന്നെ കുറച്ച് സമയം എന്ത് ചെയ്യും പുറത്ത് കൊണ്ടുപോയിട്ട് വെക്കോട്ടെ. ഇപ്പോഴത്തെ വെയിലത്ത് വെള്ളമൊക്കെ ആറി കിട്ടുന്നുണ്ട്. പിന്നെ ആ പാത്രങ്ങളൊക്കെ വെക്കുന്ന നേരത്ത് കൊണ്ടുപോയിട്ട് വെച്ചാൽ മതിയല്ലോ. ഇതൊക്കെ കഴുകിയതിന് ശേഷമില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മീൻ എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ അത് കട്ട് ചെയ്യാനും കഴുകിയെടുക്കാണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കല്ലിലല്ലേ ഗ്രൈൻഡറിൽ കറക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കരി ഉണ്ടാകുന്ന ചട്ടിയൊക്കെ ഇല്ലേ, ഇതിൽ നമ്മൾ കല്ലുപ്പിൻ്റെ കവർ ഉണ്ടാകുന്നില്ല, അതിലേക്ക് കുറച്ച്
വെണ്ണൂറില്ലേ ഇപ്പോൾ അടുപ്പ് കത്തിക്കുക, അതും മിക്സ് ചെയ്ത് കഴുകിയെങ്കിൽ വേഗം പാത്രങ്ങൾക്ക് നല്ല രീതിയിൽ കരിയൊക്കെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് കരിയൊക്കെ ഉണ്ടാകുന്നു, അത് പിന്നെ നല്ല രീതിയിൽ സോപ്പ് ബ്രഷ് ഇട്ടിട്ടാകുമ്പോൾ അതും കയ്യിൽ നിന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേഗം മീൻ കട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് കട്ട് ചെയ്തു. പിന്നെ ഇട്ടിയൊക്കെ തൊല്ലി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മീൻ കഴുകിയതിന് ശേഷം മീനില്ലേ നല്ല രീതിയിൽ മൺചട്ടിലിട്ടിട്ടില്ലേ ഇങ്ങനെ ഒരച്ചൊരച്ച് കഴുകിയെങ്കിലേ നല്ലതാണെന്നുണ്ട് കേട്ടോ, ഏതൊരു മീനായാലും. നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലുള്ള ഇട്ടിയൊക്കെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളപ്പൊടിയിൽ അടിച്ച മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെന്തായാലും ഇപ്പോൾ കാച്ചാനുള്ള സമയമില്ല ഫ്രൈ ചെയ്തെടുക്കാനുള്ള, അപ്പോൾ അത് ഈവനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെരക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗ്രൈൻഡറിലുള്ള കായ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും പുറത്ത് തന്നെ കേട്ടോ, പുറത്ത് കൊണ്ടുപോയിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കായ എടുത്തതിന് ശേഷം. പിന്നെ കറിയൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ വേഗം ഫ്രഷ് ആകാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുളിക്കാൻ വേണ്ടിയിട്ട്. കുളിച്ച് നിസ്കരിച്ചിട്ട് അവിടെ പോകാൻ വിചാരിച്ചിട്ടുണ്ട്. 1 മണി, അപ്പോൾ 1:30 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം അവിടെ പോയി. പിന്നെ അവിടെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.